ദൈവത്തിന് സംസാരിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുന്ന് വലിയ ബൃഹത്തായ കാര്യങ്ങൾ സംസാരിക്കുവാൻ ദൈവം നിങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയ കാര്യങ്ങൾ സംസാരിക്കുവാൻ. ആക്ച്വലി എന്താണ് ദൈവം സംസാരിക്കാൻ പോകുന്നതെന്ന് ഞാനും വളരെ ആകാംക്ഷയോടുകൂടെയാണ് കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത്? ദൈവത്തോട് എനിക്കൊരാലോചന ചോദിക്കാനുണ്ട്. ദൈവത്തിൽ നിന്ന് എനിക്കൊരു കാര്യം അറിയാനുണ്ട് എന്ന ഒരു ബോധ്യവും അങ്ങനൊരാവശ്യവും നാം ദൈവസന്നിധിയിൽ വെക്കുമ്പോഴാണ് ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കാൻ തയ്യാറാകുന്നത്. മോശയോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു താല്പര്യം മുമ്പിൽ വെച്ചതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആവശ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ദൈവം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം തന്നെ കാണിച്ചില്ല, ദൈവം സംസാരിച്ചതേ ഉള്ളൂ. എന്നാൽ ദൈവത്തെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ദൈവം പുറം ഭാഗം കാണിച്ചുള്ളൂ. കാരണം നേർ കാണാനൊക്കത്തില്ല. കർത്താവ് വസിക്കുന്നത് അത്ര ഹോളിനെസ്സിലായതുകൊണ്ട് അതൊരു സാധാരണ ഒരു ദേഹധാരിയായ മനുഷ്യന് താങ്ങുക അസാധ്യമാണ്. അതുകൊണ്ടൊരു മിന്നായം പോലെ മാത്രമേ ദൈവത്തെ ഒന്ന് കാണിച്ചു കൊടുത്തുള്ളൂ. അങ്ങനെ സാധിക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടിട്ടുള്ള മനുഷ്യരെല്ലാം കവിണ്ണു വീണിട്ടുണ്ട്. ദാനിയേൽ കവിണ്ണു വീണു. കാരണം ദൂതൻ ഇറങ്ങിയപ്പോൾ തന്നെ ദാനിയേലിനെ നിൽക്കാൻ പറ്റിയില്ല, കവിണ്ണു വീണു, പേടിച്ച് കവിണ്ണു വീണു. അപ്പം പിന്നെ ദൈവം ഇറങ്ങിയാലോ? യോഹന്നാനും അങ്ങനെ തന്നെ കവിണ്ണു വീണു. പൗലോസും അങ്ങനെ തന്നെ അന്ധത ബാധിച്ചു. കാരണം നമ്മൾ ഈ വായിക്ക് പറയുന്ന ഗ്ലോറി നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന കാര്യമല്ല. വായിക്ക് പറയുന്ന ഗ്ലോറി അതൊരു വാക്കായതുകൊണ്ട് പറയാം, പക്ഷെ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. അത്ര മാത്രം പറഞ്ഞു നിർത്താം. അത് ഭയങ്കരമാണ്. അത് ഇടിനാദത്തേക്കാൾ ഭയങ്കരമാണ്. അത് വനത്തിൻ്റെ തോലുരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതിനേക്കാളും ഭയങ്കരമാണ്. അതിനേക്കാൾ ഭയങ്കരമാണ്. കാരണം അത് ദൈവത്തോളം ഭയങ്കരമാണ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ ഒരു ദൈവം, എങ്ങനെ ഒരു ദൈവശബ്ദം ഒരു വ്യക്തി കേട്ടിട്ടുണ്ടോ? അത് ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളപ്പോഴാണ്. ഞാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നു, അപ്പാ ഇന്ന് സംസാരിക്കണേ, എന്നോട് സംസാരിക്കണേ, അപ്പാ എൻ്റെ മക്കളോട് സംസാരിക്കണേ. ഞാനത് ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ ആവശ്യപ്പെട്ടാൽ കർത്താവ് അധികമായി ഈ മീറ്റിംഗ് ദൈവം തൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുവാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ നിങ്ങൾക്കൊരാവശ്യബോധത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ ആടിപ്പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കാറ്റുകളടിക്കുമ്പോഴാണ്. ഒരു വൃക്ഷം എത്ര അടിയുറപ്പുള്ള വൃക്ഷവും ആടും. എവിടെ? മുകൾ സൈഡ് ആടും. ബലത്തോടിരിക്കുന്ന ഭാഗം ഒരു വൃക്ഷത്തിൻ്റെ വേരും കൂടെ ഇളകി ആടുന്ന നമ്മൾ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ആടിയിട്ടുണ്ടെങ്കിൽ വീണിട്ടുമുണ്ട്. എത്ര ഉറച്ചു നിൽക്കുന്ന, എത്ര കനമുള്ള വൃക്ഷത്തിൻ്റെയും തണ്ടാടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം വേര് ആടുന്നതും അതിൻ്റെ സ്റ്റെം ആടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അതിൻ്റെ ചില്ലകളും മുകൾ ഭാഗങ്ങളും ആടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയുമായി ബന്ധപ്പെട്ട് വേരാഴത്തിൽ ഉറച്ചിരിക്കുന്ന വേരോ അതിൻ്റെ സ്റ്റെമ്മോ അതിൻ്റെ ആ ഒരു തണ്ടോ ആടാത്തതിൻ്റെ കാരണം അത്രയും ഉറപ്പുള്ളത് കൊണ്ടും മുകളിലേക്ക് നിൽക്കുന്നത് ബലഹീനമായതുകൊണ്ടുമാണ്. മുകളിലത്തെ ചില്ല നമുക്ക് വേഗത്തിൽ വെട്ടിയിടാം. അതേ ലാഘവത്തിൽ നമുക്കൊരിക്കലും താഴത്തെ ചില്ല അല്ലെങ്കിൽ താഴത്തെ ആ ഒരു അതിൻ്റെ തണ്ട് തടി നമുക്ക് മുറിച്ചിടാൻ ബുദ്ധിമുട്ടാണ്. കാറ്റുകൾ എപ്പോഴും ആട്ടുന്നതാണ്, കാറ്റുകൾ എപ്പോഴും നമ്മളെ ഉലയ്ക്കുന്നതാണ്. എന്നാൽ എല്ലാ കാറ്റും ഒടിച്ചിടാനല്ല, എല്ലാ കാറ്റും ഉലച്ചു കളയാനല്ല. പലപ്പോഴും പല കാറ്റുകളും നമുക്ക് ആശ്വാസമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
വിയർത്ത് തളർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ മന്ദമായ ഒരു കാറ്റ് വീശുമ്പോൾ അവൻ എന്തോ ഒരു ഭയങ്കര അനുഭൂതിയുള്ള ഒരു മനുഷ്യനായി, ഒരു ആശ്വാസം പ്രാപിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുന്നത് നമ്മിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്. ചൂടത്ത് വന്നിട്ട് നമ്മൾ ഫാൻ ഇടുന്നതിൻ്റെ കാരണം ആ കാറ്റിൽ നിന്ന് ആശ്വസിപ്പിക്കുന്ന ഒന്നുണ്ട് എന്നറിയാമെന്നുള്ളത് കൊണ്ടാണ്. അത് ആ ഫാൻ നിർമ്മിച്ച കമ്പനിയുടെ ഗുണമല്ല, അത് ആ ഫാനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഫലമാണ്. അത് ആ ഫാൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉലച്ച് കളഞ്ഞ പല കാറ്റുകളും, കാറ്റിനാൽ ഉലച്ച് കളഞ്ഞിട്ട് ഫലം കൊഴിഞ്ഞുപോയ പല വൃക്ഷങ്ങളും, കാറ്റിനാൽ ബലഹീനമാക്കിയിട്ട് ഫലം പിന്നെ കായ്ക്കാൻ ഒരു പൂവോ മൊട്ടോ പോലും ഇല്ലാത്ത ഒരു അനുഭവത്തിൽ ഇരിക്കുന്ന പല വൃക്ഷങ്ങളും ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരോട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നിങ്ങളെ ഒടിച്ചു കളയാത്തതല്ല, നിങ്ങളുടെ ഫലം പൊഴിച്ചു കളഞ്ഞതല്ല. ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വേരിപ്പോഴും ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രതികൂലമായ ഒരു കാറ്റിലേക്ക് മാത്രം മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂലമാകുന്ന ഒരു കാറ്റിനെക്കുറിച്ച് തിരുവെഴുത്തിനകത്ത് പറയുമ്പോൾ, ഇതുപോലെ പ്രതികൂലമാകുന്ന കാറ്റാണ് എൻ്റെ ജീവിതത്തിലും ഉള്ളത് എന്ന് നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുമ്പോൾ, ഇതേ കാറ്റ് തന്നെ അനുകൂലത്തിൻ്റെ ഒരു കാറ്റായി, ഇതേ വാക്കിൽ തന്നെ അനുകൂലത്തിൻ്റെ ഒരു കാറ്റായി, ആശ്വാസത്തിൻ്റെ ഒരു കാറ്റായി, പ്രതീക്ഷയുടെ ഒരു കാറ്റായി വിശുദ്ധ ബൈബിളിൽ ഇറങ്ങി വന്നത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ എടുക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ കാറ്റിലേക്ക് തന്നെ നമുക്കൊന്ന് പോയേക്കാം. ആദ്യം അപ്പോസ്തല പ്രവർത്തികൾ 27-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിലാണ് നാം ഒരു ഭക്തനെ ഉലച്ച് കളഞ്ഞതും ഭക്തൻ്റെ സഞ്ചാര ദിശയെപ്പോലും തെറ്റിച്ച് കളഞ്ഞതും ഒരഭിഷിക്തൻ്റെ ശുശ്രൂഷയെപ്പോലും ഒരു കാറ്റിൻ്റെ മുൾമുനയിൽ നിർത്തിയതും ഒരഭിഷിക്തൻ്റെ ജീവൻ പോലും ആ നടുക്കടലിൽ നഷ്ടമായി പോകും എന്ന് ഉറപ്പിച്ചതുമാകുന്ന ഒരു കാറ്റടിച്ചത് അപ്പോസ്തല പ്രവർത്തികൾ 27:4. വേറെ എവിടെയും ഇത്രയും ഭയാനകവും നീണ്ട ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതുമാകുന്ന കാറ്റ് എവിടെയും കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും കാണുന്നില്ല. എന്നാൽ ദൈവവുമായി വളരെ 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 ബന്ധമുള്ളതും ക്രിസ്തുവിൽ വേരാഴത്തിൽ ഇറക്കിയിരിക്കുന്നതും ജീവിതം ദൈവത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതും ജീവിതത്തിൽ നീതി ധർമ്മ ബോധത്തോടെ ജീവിക്കുന്നതുമാകുന്ന ഒരു ദൈവദാസന്റെ ജീവിതത്തെ ആകെ മൊത്തം 14 ദിവസത്തെ കാറ്റുകൊണ്ട് ഉലച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, താൻ പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്ത ഫലങ്ങൾ പോലും പൊഴിഞ്ഞു പോകുമോ എന്ന് വരെ തോന്നുന്ന നിലയിൽ തൻ്റെ ജീവിതത്തെ കാറ്റിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഒരു ചരിത്രം അപ്പോസ്തല പ്രവർത്തികൾ 27-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ മിനിസ്ട്രി കുടുംബങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, കർത്തൃവേലയിൽ സമർപ്പിതരായി ആരെങ്കിലും എന്നെ കേട്ടിരിക്കുന്നെങ്കിൽ, ഇതുപോലെ ജീവിതം സമയം ദൈവത്തിനു വേണ്ടി കൊടുത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അതെ, എൻ്റെ ശിഷ്ടകാലം ഞാൻ ദൈവമഹത്വത്തിനായി എന്നെയും എനിക്കുള്ളതിനെയും സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും എന്നെ കേട്ടിരിക്കുന്നെങ്കിൽ, ഞാൻ ആത്മനിറവോടെ ഈ വചനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ പരിശുദ്ധാത്മ നിറവിൽ സംസാരിക്കുകയാണ്. 1-2 ദിവസമല്ല, തിരുവെഴുത്തിൽ എവിടെയും സമാനതകളില്ലാത്ത നിലയിൽ ഒരു മനുഷ്യനെ ഇത്ര കണ്ടങ്ങ് വല്ലാത്ത നിലയിൽ, എന്തിനേറെ പറയുന്നു, സ്വന്തം വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയിട്ട് രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി എന്ന് സ്വന്തം വാ കൊണ്ട് പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായി എന്നുള്ളത് അടിവരയിട്ടോർക്കേണ്ട സംഗതിയാണ്. എന്നാൽ ഈ കാറ്റ് എങ്ങോട്ടാണ് പൗലോസിനെ കൊണ്ടുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 23-ാമത്തെ അധ്യായത്തിലോട്ട് നമ്മളൊന്ന് പുറകിലോട്ട് സഞ്ചരിക്കാം. 1 മിനിറ്റ്. ഇപ്പോൾ 27-ാമത്തെ അധ്യായത്തിൽ നിൽക്കുന്ന നമുക്ക് ഇവിടെ നിന്ന്
അല്പമായി ഒന്ന് ചിന്തിച്ചിട്ട് പുറകിലോട്ട് നമുക്കൊന്ന് സന്ദർശിക്കേണ്ട, അല്ല ഒന്ന് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോടൊന്ന് കാര്യം പറയട്ടെ. ഒരു ദൂതെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ദൈവശബ്ദം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പുറകിലോട്ട് സഞ്ചരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആരും കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. എങ്കിലും ജീവിതത്തിൽ വഴിത്താരയിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല ദൈവശബ്ദങ്ങളും ഓർത്തെടുക്കാൻ ഒന്ന് പുറകിലോട്ട് സഞ്ചരിക്കുന്നത്, ആത്മാവിൽ പുറകിലോട്ടൊന്ന് സഞ്ചരിക്കുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം പറഞ്ഞതേ പൗലോസിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. ദൈവം പറഞ്ഞതേ പൗലോസ് ചെയ്തിട്ടുള്ളൂ. ദൈവം പറയുന്നതേ ഞാൻ ഇനിമേൽ ചെയ്യത്തുള്ളൂ എന്ന് പൗലോസ് തീരുമാനമെടുത്തതുകൊണ്ട് ദൈവവും പൗലോസിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുത്തു. ചില ദൈവശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം എന്തൊക്കെ ചെയ്തിട്ടാണ് ദൈവം ആ വാഗ്ദത്ത നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് പലപ്പോഴും പറയാറില്ല. ഒന്നുകൂടെ പറയാം. നിന്നെ ഞാൻ ഇന്ന ദിവസം ഇന്ന പട്ടണത്തിൽ എൻ്റെ നാമത്തിനായി ഞാൻ നിർത്തും. ഇത് ദൈവശബ്ദമായിരിക്കും. നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കും. ഇത് തന്നെ പൗലോസിനോടും പറഞ്ഞു, മോനെ നിന്നെ ഞാൻ റോം എന്ന് പറയുന്ന പട്ടണത്തിൽ നിർത്തും. നീ അവിടെ എന്നെക്കുറിച്ച് അവിടെയും സാക്ഷ്യം പറയേണ്ടതാകുന്നു. ഈ ദൂത് കേട്ട് ഒരു റോമ പൗരനാണ്, ഒരു യഹൂദനാണ് പൗലോസ് ലീഹ. അപ്പോൾ ഒരു റോമൻ പൗരത്വമുള്ളൊരു മനുഷ്യനും കൂടെ ആയതുകൊണ്ട് എൻ്റെ സ്വന്തം പട്ടണത്തിൽ എൻ്റെ ആൾക്കാരുടെ മധ്യത്തിൽ എനിക്ക് ദൈവനാമം ഉയർത്താമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷിച്ചിരുന്നൊരു മനുഷ്യനാണ് പൗലോസ് ലീഹ. എന്നാൽ അത് ഏത് രീതിയിൽ ദൈവം ചെയ്യും എന്ന് പൗലോസിനോട് പറഞ്ഞില്ല. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവം നിങ്ങളോട് വർഷങ്ങൾക്ക് മുൻപേ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടാകും. നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ സാക്ഷിയാക്കി നിർത്തുമെന്ന്. നിങ്ങളെ പുറന്തള്ളിയ പട്ടണത്തിൽ ദൈവം മാനിച്ച് മാറ്റുയർത്തി നിങ്ങളെ നിർത്തുമെന്ന്. നിങ്ങളെ അവിശ്വസിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങൾ വിശ്വസ്തനാണെന്ന് നിർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടാകും. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് ഇത്ര നാളിനുള്ളിൽ, കാലത്തിനുള്ളിൽ ദൈവം മടക്കിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളിൽ നിന്ന് അകന്നുപോയവരെല്ലാം നിങ്ങളുടെ അടുത്തു വന്ന് നിങ്ങളുടെ ശുശ്രൂഷ തേടും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ തുടങ്ങി പല വാഗ്ദത്തങ്ങളും എന്നെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടാകും. യെസ്, ദൈവം ഫെയ്ത്ത്ഫുള്ളാണ്. ദൈവം പറയുന്ന ഒരു കാര്യം പോലും കർത്താവ് മറന്നു പോകത്തില്ല. പക്ഷെ നമ്മൾ മറക്കും. ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമ്മൾ ഓർത്തിരിക്കാറില്ല. ഒന്നും നമ്മൾ ഓർത്തിരിക്കാൻ ശ്രമിക്കാറില്ല. എല്ലാ ദൂതുകളൊന്നും നമ്മളെ സ്പർശിക്കാറില്ല. എല്ലാ വചനങ്ങളും നമ്മളെ സ്വാധീനിക്കാറില്ല. എല്ലാ പ്രസംഗങ്ങളും നമ്മളെ അത്ര അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. എന്നാൽ പലപ്പോഴും നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത വാക്കിനകത്ത് ദൈവത്തിന് നമ്മളോട് കൈമാറാനുള്ള ആശയങ്ങളുണ്ട് എന്ന് ഓർക്കുക. പൗലോസിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ റോമിൽ നിർത്തും. പക്ഷേ പൗലോസ് ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. പക്ഷേ അത് ഏതോ മാർഗത്തിലൂടെയാണ് എന്ന് ദൈവം പറഞ്ഞില്ല. ഒന്ന് ശ്രദ്ധിച്ചേ. ഇതുപോലെ ദൈവം നിങ്ങളോട് അറിയിച്ച പല കാര്യങ്ങളും ഇപ്പോൾ പെൻഡിങ് നിൽക്കുന്നുണ്ടാകാം. 10 കാര്യം പറഞ്ഞതിൽ 2 കാര്യമായിരിക്കാം നടന്നത്. 8 എണ്ണം പെൻഡിങ് നിൽക്കുന്നുണ്ടാകാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ 8 എണ്ണത്തിലേക്ക് കപ്പൽ കയറി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിലാണ് താങ്കൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെ കൈസരെ അഭയം ചൊല്ലിയതിൻ്റെ പേരിൽ പൗലോസ് ശ്ലീഹായെ ഇറ്റലിക്ക് പോകാൻ കൽപ്പനയായപ്പോൾ തടവുകാരനായിട്ടാണ് പൗലോസ് ശ്ലീഹ അവിടെ അപ്പീല് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് വിധിയായി റോമിലേക്ക് കപ്പൽ കയറുകയാണ്. ഇതൊന്നും പൗലോസിൻ്റെ ചിന്തയിൽ വന്നിട്ടില്ല. കാരണം പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞായിരുന്നു, നീ 23-ാമത്തെ അധ്യായം, ഇപ്പം നമ്മൾ 27-ലാണ് നിൽക്കുന്ന അപ്പോസ്തല പ്രവൃത്തി, ഞാൻ നിങ്ങളോട് പുറകിലോട്ട് പോകണമെന്ന് പറഞ്ഞു. 23-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 23-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവെഴുത്തിൽ
പൗലോസിന്റെ അടുത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയിട്ട് പറയുകയാണ്, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. സ്വപ്നത്തിലാണോ? എനിക്കറിഞ്ഞുകൂടാ. ഉണർന്നിരുന്നപ്പോഴാണോ? എനിക്ക് നിശ്ചയമില്ല. പക്ഷെ വിശുദ്ധ ബൈബിളിൽ പറയുന്നു, രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടുത്ത് നിന്നു. കർത്താവിൻ്റെ ദൂതൻ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. സുഹൃത്തെ, പലപ്പോഴും നെടുവീർപ്പിട്ട് കരഞ്ഞ് എപ്പോൾ ഉറങ്ങിയെന്ന് പോലും അറിയാത്ത രാത്രികളിൽ തമ്പുരാൻ വന്ന് ഇതുപോലെ അടുത്ത് നിൽക്കാറുണ്ട്. പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ നമ്മളോട് കൈമാറാറുണ്ട്. രാവിലെ കണ്ണു തിരുമി എഴുന്നേൽക്കുന്ന സമയത്ത് എന്തോ ഒരു സ്വപ്നം കണ്ടു എന്നും അതെന്തോ ഒരു നല്ല കാര്യമാണെന്നും ദൈവം എന്തോ ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്നും ഏതോ ഒരു വചനഭാഗം എന്നെ കാണിച്ചു, പക്ഷെ എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുമുള്ള നിരാശയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിറങ്ങിയവർ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഇരിപ്പുണ്ട്. എന്താണ് അർത്ഥം? പലപ്പോഴും എനിക്കും നിങ്ങൾക്കും തരേണ്ട സന്ദേശങ്ങൾ തമ്പുരാൻ തരുന്നുണ്ട്, പക്ഷെ നമ്മളത് പലപ്പോഴും ക്യാച്ച് ചെയ്യുന്നത് എന്തോ പറ്റിപ്പോകുന്നു. അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സ്പിരിറ്റ് ആക്റ്റീവായി നിൽക്കുന്നിടത്ത്, നമ്മുടെ സ്പിരിറ്റ് ആക്റ്റീവായി നിൽക്കുന്നിടത്ത് പലപ്പോഴും നമ്മുടെ സോൾ ആക്റ്റീവ് അല്ല. സ്പിരിറ്റ് ആക്റ്റീവായി നിൽക്കുന്നിടത്ത് പലപ്പോഴും നമ്മുടെ സോൾ ആക്റ്റീവ് അല്ല. ആത്മാവ് ഒരുങ്ങി നിൽക്കുന്നിടത്ത് പലയിടത്തും നമ്മുടെ മനസ്സൊരുക്കമല്ല. ദൈവം എന്ത് കാര്യവും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരോട് അറിയിച്ചേ ചെയ്യാറുള്ളൂ, അറിയിക്കും. പലപ്പോഴും പ്രേയറിൽ ദൈവം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വ്യഗ്രതയിൽ നമ്മളൊരു ഫാസ്റ്റ് പേസിൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്നതിൻ്റെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാണ്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന പല പിക്ചറിൻ്റെയും റിസൊല്യൂഷൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കമ്മിയായിട്ടിരിക്കുക. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ്ലീഹായെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മോനെ, 23-ാമത്തെ അധ്യായത്തിൽ കർത്താവ് സംസാരിക്കുക, നീ യെരുശലേമിൽ ഞാൻ നിന്നെ നിർത്തി എൻ്റെ സാക്ഷിയായി, ഞാൻ വലിയ കാര്യങ്ങൾ അവിടെ ചെയ്തു. ഇനി നിന്റെ ഊഴം നിനക്ക് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലം റോമയിലാണ്. ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകും. സുഹൃത്തെ, നീ റോമ എത്തരുത് എന്ന് നീ കപ്പൽ കയറുമ്പം മുതൽ അവിടെ നിൽക്കുന്ന സ്പിരിറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഡെസ്റ്റിനേഷനിൽ നിന്ന് ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ കാല് കുത്തരുത് എന്ന് നിങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലും പിശാച് ഭയങ്കരമായിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ഒരു തട്ടിൽ നിന്ന് നീ ഇനി ഒരു പടി പോലും മുന്നോട്ടേക്ക് നീ ഇനി ചുവട് വെച്ച് കയറരുതെന്ന് നന്നായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നോ അതിനേക്കാൾ നീ താഴേക്ക് പോക്കോ, പക്ഷെ ഒരു പക്കം പോലും നീ മുന്നിലോട്ട് പോകരുത് അടുത്ത മാസം എന്ന് പിശാച് ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട്. നീ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നോ അതിനേക്കാൾ നീ താഴോട്ട് പൊക്കോ, പക്ഷേ നീ കഴിഞ്ഞ വർഷം നിന്ന നിലയിലോ അതിൽ നിന്നൊരു പക്കം മുന്നിലോട്ടോ നീ പോകരുത് എന്ന് സാത്താൻ ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട്. അതിനൊന്നുകിൽ നിന്നെ മറവിയിൽ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ മടുപ്പിൽ കൊണ്ട് കെട്ടാം, അല്ലെങ്കിൽ തളർച്ചയിൽ കൊണ്ട് തളയ്ക്കാം, അല്ലെങ്കിൽ നിരാശയിൽ കൊണ്ട് തള്ളിയിടാം, നിർത്താം. ഇവിടെയൊക്കെ ഒന്ന് യുദ്ധം ചെയ്ത് കയറാൻ ഒരാത്മാവിൻ്റെ വീര്യം കയറിയ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് തിരുവചന സത്യമാണ്. പൗലോസ്ലീഹ കപ്പലിനകത്ത് കാറ്റിനകത്തുലഞ്ഞപ്പോഴും ആത്മാവിൽ വീര്യം കയറ്റി പ്രാർത്ഥിച്ച മനുഷ്യനായിരുന്നു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എന്നാലും ആ മനുഷ്യൻ ചില വാക്യങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ കാറ്റിൻ്റെ രീതിയും സ്വഭാവവും കാറ്റിൻ്റെ ഗതിയുമൊക്കെ മനസ്സിലാക്കി
തൻ്റെ സുരക്ഷിതത്വത്തിൽ ഓരോ പലകങ്ങൾ അങ്ങോട്ട് കപ്പലിൽ നിന്ന് ഇളകി തെറിച്ചു തുടങ്ങിയപ്പോൾ അവസാനം വലിച്ചു കെട്ടിയ പായും കാറ്റ് വലിച്ചു കീറിക്കൊണ്ടുപോയി എന്ന് 27ഉം 28ഉം അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ കപ്പലിൽ നിന്ന് ഓരോ പലകകളായി ആണിയിൽ നിന്ന് വിട്ട് വെള്ളത്തിലേക്ക് നീന്തി ഒഴുകുന്നത് കണ്ടപ്പോ അവസാനം ഒരു പലകയിൽ ഞാൻ വന്ന് നിൽക്കുമെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോ അറിയാതെ വായിന്ന് ഇങ്ങനെ വീണുപോയി, ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. നിങ്ങൾ 27ഉം 28ഉം അധ്യായം സമാധാനമായി ഒരിടത്തിരുന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്ക് ഈ വാക്യം അവിടെ കാണാം. ഇതാരുടെ വായിന്നാണ് വീണത്? പൗലോസിന്റെ വായിന്നാണ് വീണത്. ആരുടെ വായിന്നാണ് വീണത്? നിരാശയുടെ ആത്മാവില്ലാതിരുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് വീണത്. ആരുടെ വായിന്നാണ് വീണത്? അതിശക്തമാകുന്ന അപ്പോസ്തോലിക അധികാരം നിക്ഷേപിച്ചിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്നാണ് വീണത്. ആരുടെ വായിന്നാണ് വീണത്? ഏറ്റവും കൂടുതൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ വായിന്നാണ് വീണത്. എന്റെയും നിങ്ങളുടെയും കാര്യമൊക്കെ പിന്നെ ഇതിനിടയിൽ കൊണ്ട് ഉദാഹരിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും ദൈവത്തിനായി സ്റ്റേണായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, സ്റ്റേബിളായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആമേൻ, ഹൈ വോൾട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരു കപ്പൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടപ്പോ, പാർത്തിരുന്ന ഒരു കപ്പൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടപ്പോ, കാറ്റിനെ തടയാൻ, കാറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ, കാറ്റിനോട് പ്രതികരിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും കപ്പലിൽ നിന്ന് കാറ്റ് പറിച്ചെടുത്തോണ്ട് പോയപ്പോ അവസാനം കപ്പലിന്റെ രൂപം തന്നെ അങ്ങോട്ട് മാറിയപ്പോ ഇത് കപ്പലാണോ, ഇത് കപ്പലണ്ടിയാണോ എന്നുള്ള നിലയിലേക്ക് കപ്പൽ അങ്ങോട്ട് മാറിയപ്പോ കപ്പലണ്ടിയിൽ നിന്നൊരു തോട് പൊളിയുന്നത് പോലെ എല്ലാം അങ്ങടെ സുരക്ഷിതത്വം മാറിയപ്പോ തൻ്റെ ജീവൻ പോലും ഇനി ഈ കുത്തി ഒഴുകുന്ന വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു നടുക്കടലിനകത്ത് ഞാൻ അമരേണ്ട ഒരു മനുഷ്യനായി ദൈവം എന്നെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് വരെ ചിന്തിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യൻ അറിയാതെ തൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, അങ്ങനെ ഒരവസ്ഥയിലാണോ ഇന്ന് നിങ്ങൾ നിൽക്കുന്നേ? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ദിവസത്തിലാണോ ഈ സന്ദേശം കേൾക്കുന്നേ? അങ്ങനെ പലവട്ടം ചിന്തിച്ചു കൂട്ടി ഒരു മാസത്തിലാണോ ഈ സന്ദേശം നിങ്ങളുടെ അടുത്ത് എത്തുന്നേ? പ്രാർത്ഥിച്ചിട്ടും, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടും, മാതൃഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടും, അനേക അഭിഷിക്തന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടും രക്ഷപ്പെടും എന്നവർ പറഞ്ഞെങ്കിലും ആ ആശയൊക്കെയും അറ്റുപോയ ഒരു വാക്കിലാണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ ആവർത്തിക്കും. അറ്റുപോയ, രക്ഷപ്പെടും എന്നുള്ള വാക്ക് അറ്റുപോയ ഒരു വക്കിൽ നിന്നാണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്? അറ്റുപോയ വക്കിൽ നിന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ വക്കിൽ നിന്ന്, അറ്റുപോയ തുമ്പിൽ നിന്ന്, ആ അവസാനത്തിൽ നിന്ന് പുതിയ ഒരു കയറ് പരിശുദ്ധാത്മാവ് ഇന്ന് കൂട്ടിച്ചേർക്കാൻ പോകുകയാണെന്നുള്ള ആലോചന നിങ്ങളിലേക്ക് കൈമാറുകയാണ്. 14 ദിവസം പ്രതികൂലത്തിന്റെ കാറ്റ്. എന്തൊക്കെ കാറ്റാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 27:4 പ്രതികൂലത്തിന്റെ കാറ്റ് എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ നിന്ന് ഞങ്ങൾ നീക്കി, കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി തുടങ്ങി. യാത്ര ആരംഭിച്ചപ്പം മുതൽ കാറ്റ് തുടങ്ങി. കാറ്റ് കണ്ടിട്ട് വണ്ടിയെടുത്തു, കപ്പലെടുത്തു. പക്ഷേ കാറ്റിന്റെ കാര്യവും നിറവും സ്വഭാവവും മാറിയപ്പം ഇത് പ്രതികൂലത്തിൻ്റെതാണെന്ന് എണ്ണി. അതുകൊണ്ട് കുപ്രസ് ദ്വീപിന്റെ മറപറ്റി ഓടി എന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങട് രണ്ട് വാക്യം മുമ്പോട്ടേക്ക് ചെല്ലുമ്പോൾ അടുത്തൊരു പദം പൗലോസ് പറയുന്നുണ്ട്. 27-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ സമ്മതിക്കാത്ത ഒരു കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. കപ്പിത്താൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, മണിക്കൂറുകൾ കപ്പലോടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ആ മനുഷ്യനെ കൊണ്ട് കപ്പൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും സമ്മതിക്കാത്തൊരു കാറ്റ്. പ്രാർത്ഥിച്ച് ശക്തി ആർജിച്ചു, എന്നിട്ട് മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്ത ഒരു കാറ്റ്. ഉപവസിച്ചു പുതുബലമേറ്റെടുത്തു, എന്നിട്ടും സമ്മതിക്കാത്ത ഒരു കാറ്റ്. വചനമെടുത്ത് മുൻപോട്ടേക്ക് സ്റ്റെപ്പ് വെച്ചു, എന്നിട്ടും സമ്മതിക്കാത്ത ഒരു കാറ്റിൻ്റെ
ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്നും കൂടെ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാ. നീ ഇന്നും കൂടെ വിശ്വസിച്ചാൽ മതി എന്നുള്ളതാ. നീ ഇന്നും കൂടെ ദൈവമേ എന്ന് വിളിച്ചാൽ മതി എന്നുള്ളതാ. ഇന്നും കൂടെ നിങ്ങൾ ആരാധനയ്ക്ക് പോയാൽ മതി എന്നുള്ളതാ. ഇന്നും കൂടെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നാൽ മതി എന്നുള്ളതാ. ഓ മൈ ഗാഡ്, ഇൻ ജീസസ് നെയിം. എന്നാൽ അതിനകത്തുനിന്ന് ദൈവം പുതിയ ചില കൃപയുള്ളവരെ ഈ മീറ്റിങ്ങിനകത്ത് തിരയുന്നുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അവരെ പരിശുദ്ധാത്മാവിന്ന് അനോയിന്റ് ചെയ്തിരിക്കും. പൗലോസ് രണ്ട് രീതിയിൽ ഇപ്പൊ പറഞ്ഞു. ഒന്ന്, പ്രതികൂലത്തിന്റെ കാറ്റ്. അപ്പൊ പ്രതികൂലത്തിന്റെ കാറ്റ് സമ്മതിക്കാത്തൊരു കാറ്റല്ല. പ്രതികൂലത്തിന്റെ കാറ്റ് സമ്മതിക്കാത്തൊരു കാറ്റല്ല, അനുകൂലമല്ലാത്തൊരു കാറ്റാണ് പ്രതികൂലത്തിന്റെ കാറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അനുകൂലമല്ലാത്തൊരു കാറ്റുണ്ട്, അതൊരു കാറ്റ്. പക്ഷേ നിന്നെ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നിലനിൽക്കാനും വളരാനും അനുഗ്രഹിക്കപ്പെടാനും കൃപാവരങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനും ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ചിലവിടാനും സമ്മതിക്കാത്ത ഒരു കാറ്റ് വേറെയുണ്ട്. എല്ലാ പ്രതികൂലങ്ങളും സമ്മതിക്കാത്ത കാറ്റല്ല. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാത്തൊരു കാറ്റ് ആദ്യം വന്നാൽ മതിയായിരുന്നു. ഒരു പ്രതികൂലം സൃഷ്ടിച്ചു നോക്കി, എന്നിട്ടും നിങ്ങൾ തളരുന്നില്ല. കപ്പിത്താൻ വീണ്ടും കപ്പല് മുമ്പോട്ട് തന്നെ കൊണ്ടുപോവാം. ഒത്തിരി പ്രതികൂലങ്ങൾ വന്നില്ലേ? കൃഷിക ജീവിതത്തിൽ, അഡ്മിഷന്റെ കാര്യത്തിൽ, വീട് പണിയുടെ കാര്യത്തിൽ, മിനിസ്ട്രിയുടെ കാര്യത്തിൽ, പുതിയ ചില കമൻസ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ, യാത്രയുടെ കാര്യത്തിൽ, ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആരോഗ്യ കാര്യങ്ങളിൽ, വിശ്വാസത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നില്ലേ? പക്ഷെ നിങ്ങൾ ആരും ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലല്ലോ. അവിടുന്ന് പിന്നെയും നിങ്ങൾ പ്രാർത്ഥിച്ച് ശക്തി ആർജിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി. അതിൻ്റെ മധ്യത്തിലല്ലേ എന്നാലും നിന്നെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് വേറെ കുറേ എണ്ണം മുന്നിൽ വന്നേ അല്ലേ? അപ്പൊ പ്രതികൂലത്തിന്റെ കാറ്റ് വേറെ, സമ്മതിക്കാത്ത കാറ്റ് വേറെ. രാത്രിയും പകലും പോലെ വ്യത്യസ്തമാണ് ഇത് രണ്ടും. സമ്മതിക്കാത്ത കാറ്റ് മുതൽ നമ്മൾ അധികം ബലം പ്രാപിക്കണം. ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് വരികയില്ലാന്ന് പറഞ്ഞിരുന്നാൽ അവിടെ സമ്മതിക്കാത്തൊരു കാറ്റാണ്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആകെ മൊത്തം പ്രതികൂലം എന്ന് പറയുന്നത്. ഒരു പ്രതികൂലത്തിൻ്റെ സൈൻ കാണുമ്പോൾ തന്നെ പതറിപ്പോകുന്നവരുണ്ട്, എന്നാൽ അവിടെ നിന്ന് ജയിച്ച് വീണ്ടും മുമ്പോട്ട് വരുന്നവരുണ്ട്. ഈ മുമ്പോട്ട് വരുന്നവരെ പിന്നെയും സ്ട്രഗിൾ ചെയ്യിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സമ്മതിക്കാത്തൊരു കാറ്റാണ്. സമ്മതിക്കാത്തൊരു കാറ്റ്. കർത്താവിൻ്റെ മിനിസ്ട്രിയിലും ഉണ്ടായിരുന്നു ഇതൊക്കെ. പ്രതികൂലങ്ങളെ ജയിച്ച്, പരിഹാസങ്ങളെ ജയിച്ച്, കുറ്റപ്പെടുത്തലുകളെ ജയിച്ച്, ആക്ഷേപങ്ങളെ ജയിച്ച്, ആ സമയത്തെല്ലാം ചെവി അടച്ച് കർത്താവ് ദൗത്യത്തിനായി മുൻപോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു സമ്മതിക്കാത്ത കാറ്റ്. വരുന്ന വഴിയിലുള്ള ആക്ഷേപങ്ങൾ പ്രതികൂലവും, സഹോദരന്മാരിൽ നിന്നുള്ളൊരു നിന്ന പ്രതികൂലവും, മിനിസ്ട്രി ചെയ്യാൻ നിൽക്കുന്ന സമയം ജനത്തിന്റെ അവിശ്വാസം സമ്മതിക്കാത്ത കാറ്റുമാണ്. ഓ മൈ ഗാഡ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സഹോദരന്മാർ, നീ എന്തിനീ ഇട്ടാവട്ടത്ത് കിടന്ന് ശുശ്രൂഷ ചെയ്യുന്നു? നീ വലിയ പ്രവാചകനാണെങ്കിൽ നീ പട്ടണത്തിലേക്ക് പോകും, അവിടെ ഒരുപാട് പേര് ദൂത് കാത്ത് കിടക്കുക, നീ അവിടെ പോയി അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും, നീ ആരാന്ന് അവിടെ പോയി നീ തെളിയിക്കുന്നു. സഹോദരന്മാർ വീട്ടിൽ നിന്ന് പറഞ്ഞു. അത് സമ്മതിക്കാത്ത കാറ്റല്ല, അത് നീ പോന്നാ പറഞ്ഞേ. പക്ഷെ നിന്നെ കൊണ്ടൊന്നും നടക്കുകയില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. ആ സഹോദരന്മാർ പറയാതെ പറയുന്നുണ്ട്, കർത്താവ് അതിനൊന്നും ചെവി കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു പ്രവാചകന് സ്വന്തം പട്ടണത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തിലും അംഗീകാരം ഇല്ലാത്തവനല്ല എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ നിന്ന് ഒഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ചെന്ന് മിനിസ്ട്രി ചെയ്യാൻ കർത്താവ് കൈവയ്ക്കുമ്പോൾ ജനത്തിൻ്റെ മേൽ വിടുതൽ നടക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സമ്മതിക്കാത്തൊരു കാറ്റ് ജനത്തിൽ നിന്ന് പുറപ്പെടുക. കാര്യം എന്താ? അവിശ്വാസം. ബെത്സൈദ പട്ടണത്തിൻ്റെ കുഴപ്പം അതായിരുന്നു, അവിശ്വാസം. പ്രതികൂലം കർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തുടങ്ങി. പക്ഷേ സമ്മതിക്കാത്ത കാറ്റ് കിടന്നത് ജനത്തിൻ്റെ ഇടയിലാണ്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല കേട്ടോ ചില സമ്മതിക്കാത്ത സ്പിരിറ്റുകൾ മറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രതികൂലത്തിൻ്റെ ഇടയിൽ കിടന്നിട്ടാണ് നമ്മൾ സമ്മതിക്കാത്ത കാറ്റിനെ വെട്ടുന്നത്.
പ്രതികൂലത്തിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ഈ മൈക്ക് ഈ റൂമിൽ വെച്ചിട്ട് അപ്പുറത്തെ റൂമിൽ കിടന്ന് യേശുവിൻ്റെ നാമത്തിൽ മൈക്ക് കയ്യിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഈ മൈക്ക് ഇരിക്കുന്നിടത്ത് വന്ന് തപ്പിയാലേ സാധനം കിട്ടുമെന്ന് പറയുന്നത് പോലെ നമ്മൾ ചില സൈനുകൾ കാണുന്നെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ തെറ്റിപ്പോകുന്നു. സഹോദരൻ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഈ മാസം തുടക്കം മുതൽ നിങ്ങളെ അറ്റാക്ക് ചെയ്തത്, കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയ ചില അറ്റാക്കുകൾ, ഈ മാസം തീരാറാകുമ്പോൾ പോലും നിങ്ങളെ വിടുകയില്ലെന്ന് പറയുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു ആത്മീയ ജയമെടുത്ത് പ്രതികൂലമായി നിന്ന സകല കാറ്റിനെയും അനുകൂലമാക്കുന്ന ഒരു കാറ്റിൽ നീ കണക്ട് ചെയ്ത് ജയത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു സീസൺ പരിശുദ്ധാത്മാവ് ഓപ്പൺ ആക്കാൻ പോകുകയാണ്. ആമേൻ. അതിന് നിങ്ങളെ പ്രതികൂലത്തിന്റെ കാറ്റ് കൊണ്ടുവന്ന് നോക്കി, അവിടുന്ന് ജയിച്ചു വന്നപ്പോ പിന്നെ സമ്മതിക്കാത്ത കാറ്റ് വന്നു നോക്കി. പക്ഷെ പലപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, കപ്പിത്താൻ അദ്ദേഹത്തെ ഈ കപ്പല് വീണ്ടും മുൻപോട്ട് ധൈര്യത്തോടെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത് ഈ കപ്പലിൻ്റെ ഒരു തട്ടിലിരുന്ന്, ഒരു കോണിലോട്ടിരുന്ന് എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ആക്ഷേപിക്കപ്പെട്ടും ഒറ്റ തിരിഞ്ഞ് മാറിയിരുന്ന് ചങ്ങലധാരിയായി പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ പലരും വീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും, പലരും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും, പലരും മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും, പലരും ജീവിച്ചു പോകുന്നുണ്ടായിരിക്കും. ഇതുപോലെ ചങ്ങല ധരിച്ച് ബന്ധനത്തിലിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും ഏതോ ഒരു തട്ടിലേക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് പലരുടെയും വീര്യം കെടാതെ മുൻപോട്ട് പോകുന്നതെന്ന് ഓർത്തോണം. നിങ്ങൾക്ക് വേണ്ടി എവിടെയോ ആരോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങളെ മുന്നിലോട്ട് നയിക്കുന്നുണ്ട്. എന്നെയും വീര്യം കെട്ടുപോകാതെ മുൻപോട്ട് നയിക്കാൻ തക്കവണ്ണം ഏതൊക്കെയോ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരും കരുതുന്നത് അവരുടെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടുന്നതെന്നാണ്. നോ. ഒരിക്കൽ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഫിന്നി സ്റ്റീഫൻ ശമുവേൽ പാസ്റ്റർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: ഞാൻ മിനിസ്ട്രിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ്, ഈ സമയം ലോകത്തിൽ ആരൊക്കെ ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, അവരുടെ ടങ്സിൽ എനിക്ക് മിനിസ്ട്രി ചെയ്യാനുള്ള ഒരു ബലത്തിനായുള്ള പ്രാർത്ഥന കൊടുക്കണമേ. മീൻസ് അവരിപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് അദ്ദേഹത്തെ സ്ട്രോങ് ആക്കാൻ, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ഒന്ന് റിവീലാകാൻ, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ബാരിയേഴ്സ് ഒന്ന് തകർന്ന് ആ പ്ലാറ്റ്ഫോമിൽ ഒരു മിനിസ്ട്രി വെളിപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനകളെ എനിക്ക് സപ്പോർട്ടീവാക്കി മാറ്റിത്തരണമേ പരിശുദ്ധാത്മാവേ എന്ന്. മനസ്സിലായോ? അദ്ദേഹം എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്, അതെനിക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അദ്ദേഹം പറയുകയാണ്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ എന്നെ ഞാൻ ഉൾക്കൊള്ളിച്ച് അവരുടെ പ്രയർ സപ്പോർട്ട് എനിക്ക് കിട്ടണമേ പരിശുദ്ധാത്മാവേ എന്ന് അദ്ദേഹം ഹോളി സ്പിരിറ്റിനോട് പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നമ്മളെയൊക്കെ നടത്തുന്നത് നമ്മൾ അറിയുന്നവരുടെ പ്രാർത്ഥനകളല്ല, നമ്മളെ അറിയുക പോലും ഇല്ലാത്തവരുടെ പ്രാർത്ഥനകൾക്കകത്ത് പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മെ കൈത്താങ്ങി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ ഈ വേൾഡ് വാർ നടന്ന സമയത്ത്, ഇപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് ഞാൻ എൻ്റെ ടങ്സിൽ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ടങ്സിൽ പ്രാർത്ഥിക്കുന്നു. ഈ വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനു മുന്നേ നടന്ന വാറും, ഇതിനു മുന്നേ ഒരു വാർ നടന്നതിനകത്തും അതെനിക്ക് തോന്നുന്നു റഷ്യയും ഉക്രൈനും വേറെ ഏതോ ഒരു രാജ്യവും തമ്മിലുള്ള ഒരു യുദ്ധം ഇതുപോലെ നടന്ന സമയത്ത് ആ സമയത്തും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ടങ്സിൽ ആ വാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു.
ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രയർ ആ രാജ്യത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് യൂസ് ചെയ്തു. എൻ്റെ പ്രയർ ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് യൂസ് ചെയ്തു. അവിടുത്തെ ആ വാറിനകത്ത് ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി എന്തോ എൻ്റെ സ്പിരിറ്റ് പ്രയറിൽ ഹോളി സ്പിരിറ്റ് ചെയ്തു. ഹല്ലേലൂയ. ഇതാരെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസേ, നിങ്ങൾ കപ്പലിൽ പോലും കയറിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് നേരെ കാറ്റടിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ, നിങ്ങൾ പ്രതികൂലമെന്ന് പറയുമ്പോൾ തന്നെ ആ സമയം നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ പ്രയറിൽ ഇതുപോലെ കപ്പൽ യാത്രക്കാർക്ക് വേണ്ടിയിട്ടും പ്രതികൂലത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പ്രതികൂല കാറ്റ് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടും നിരാശർക്ക് വേണ്ടിയിട്ടുമുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹോളി സ്പിരിറ്റിനെ നിങ്ങളെ യൂസ് ചെയ്യാൻ കഴിയുമോ? കഴിയത്തില്ല. എന്തിനാണ് നമ്മളെയൊക്കെ ചില കാര്യങ്ങൾ ദൈവം പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, കപ്പൽ തകർന്നു, യാഥാർത്ഥ്യമാണ്, പക്ഷെ പ്രാണൻ നഷ്ടപ്പെട്ടില്ല. അപ്പൊ കപ്പൽ തകർത്തത് പ്രാണനും കൂടെ വെള്ളത്തിൽ മുക്കിക്കളയാനല്ല, കപ്പൽ തകർന്നാലുള്ള ആഘാതം എന്താണെന്നും, അങ്ങനെ തകർന്നാൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം സേവ് ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ലോകത്തിന് പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രതികൂലങ്ങൾ എന്തിനാണ്? നിങ്ങളുടെ സ്ട്രഗിൾസ് എന്തിനാണ്? നിങ്ങളുടെ ഈ സമ്മതിക്കാത്ത കാറ്റ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നിങ്ങളെന്ന വ്യക്തിയെ മറ്റ് രാജ്യക്കാർക്ക് പോലും വേണ്ടി ഹോളി സ്പിരിറ്റിന് പ്രയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ്. പ്രാണൻ മുക്കിക്കളയാനല്ല, കപ്പൽ നഷ്ടപ്പെടുത്തി കളയാനല്ല, സമ്പാദ്യം നഷ്ടപ്പെടുത്തി കളയാനല്ല. തമ്പുരാൻ ഇത് സകലതും നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ മടക്കി തരും. നിങ്ങൾക്കിപ്പോൾ പലതും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സീസൺ ആയിരിക്കാം. ജോലി നഷ്ടപ്പെട്ട് കാണും, സാലറി കിട്ടി കാണുകയില്ല, സാലറി ഇല്ലാത്തൊരു ടൈം ആയിരിക്കും. നിങ്ങൾക്ക് പലതും മുടങ്ങിക്കിടക്കുന്നൊരു ടൈം ആയിരിക്കും. വിവാഹം നടന്നു കാണുകയില്ല. നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടത്തിലായിരിക്കാം. നിങ്ങളൊരു മാരേജിന് വേണ്ടിയിട്ട് നിൽക്കുന്നൊരു കാലഘട്ടത്തിലായിരിക്കാം. മിനിസ്ട്രി ബ്ലോക്കായി നിൽക്കുന്ന സമയമായിരിക്കാം. പ്രെയർ ലൈഫ് ആകെ മൊത്തം തകിടം മറിഞ്ഞ് നിൽക്കുന്നൊരു സന്ദർഭമായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രതികൂലത്തിൻ്റെ കാറ്റിനെ നിങ്ങൾക്ക് തരണം ചെയ്തതുപോലെ സമ്മതിക്കാത്ത കാറ്റിനെയും തരണം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുകയാണ്. അനേകരുടെ പ്രെയറിൽ കർത്താവ് നിന്റെ വിഷയം കൊണ്ടുവെക്കാൻ പോകുകയാണ്. അനേകരുടെ പ്രെയറിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ ഒരാൾ കാണുകയില്ല, നിങ്ങളുടെ സഭയിൽ പ്രാർത്ഥിക്കാൻ ഒരാൾ തയ്യാറാകത്തില്ലായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരി മെസ്സേജ് ഇട്ട്, പാസ്റ്റർ ഞാൻ വളരെ തകർന്നുമാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇടുന്നത്. ഞാൻ ഇന്ന് മീറ്റിങ്ങിന്, ഞാൻ സൺഡേ ചർച്ച കഴിഞ്ഞ് വരുന്ന വഴിയാണ്, വന്നുടൻ ഞാൻ പാസ്റ്ററിന് മെസ്സേജ് ഇടുകയാണ്. ഞാൻ ഇന്ന് ചർച്ചയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങേണ്ടി വന്നത്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ചേർത്ത് നിർത്തേണ്ടവർ പോലും ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് പ്രസംഗിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് കേട്ട് മടുത്ത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ സഭയിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. നോക്കൂ, ആ അവസ്ഥയിൽ പോലുമുള്ള ആരെങ്കിലും ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത, നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ പേര് പോലും ഇല്ലാത്ത ചില വ്യക്തികളുടെ ആത്മപ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തെ കൊണ്ടുവച്ച് സഹോദരതുല്യമായി നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് വഴികൾ തുറക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? അത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് തയ്യാറായാൽ ആർക്കവൻ്റെ കരം തടയാൻ കഴിയും? അത് ചെയ്യുവാൻ ദൈവാത്മാവ് തീരുമാനിച്ചാൽ ആർക്കാ തീരുമാനത്തെ തടയുവാൻ കഴിയും? അങ്ങനെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയർ സപ്പോർട്ട് തരണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ആർക്കവന്റെ കരം തടയുവാൻ കഴിയും? ഇത് ഞാൻ ആത്മാവിൽ ശക്തിയോടെ പറയുകയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളോട്, തളർന്നിരിക്കുന്ന ചില വ്യക്തികളോട്, പ്രതികൂലത്തിൽ തളയ്ക്കപ്പെട്ട് സമ്മതിക്കാത്ത കാറ്റിനാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ചിലരോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ഒരു പ്രാർത്ഥനയുടെ കാറ്റ് നിന്റെ വീട്ടിലേക്ക് വീശാൻ പോകുവാണ്. അനേകരുടെ പ്രാർത്ഥനയുടെ കാറ്റ് നിന്റെ കുടുംബത്തിലേക്ക് വീശാൻ പോകുവാണ്. അനേകരുടെ പ്രയർ സപ്പോർട്ട് നിങ്ങൾക്ക് ആത്മാവ് വീശിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ മാത്രം തൊടത്തില്ല. ആത്മാവിന്റെ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന മുഴുവൻ മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 120 പേർ അവിടെ ഒരുമിച്ച് കൂടി. ഒരു കാറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ആത്മാവിന്റെ കാറ്റ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു കാര്യം പറയാം. സഹോദര,
നമുക്കും ഉണ്ടൊരു പെന്തക്കോസ്ത് നാള്. നമുക്കും ഉണ്ടൊരു പെന്തക്കോസ്ത് നാള്. ഒന്ന് ഓർത്തോണേ. വിണ്ട് കീറിയിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഞാൻ ഈ വാക്ക് വെക്കുകയാണ്. ചൂടത്ത് കരിഞ്ഞിരിക്കുന്ന ചില വ്യക്തികളിലേക്ക് ഞാൻ ഈ വാക്ക് വെക്കുകയാണ്. ഉണങ്ങിയിരിക്കുന്നവരിലേക്ക് ഞാൻ ഈ വാക്ക് വെക്കുകയാണ്. നമുക്കും ഉണ്ടൊരു പെന്തക്കോസ്ത് നാള്. നമ്മൾ പെന്തക്കോസ്താണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു അഭിമാനവും ഇല്ല. പക്ഷേ ഞാൻ പെന്തക്കോസ്തിന്റെ അനുഭവം കാത്തു സൂക്ഷിക്കുന്നവനാണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ആമേൻ. ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിമാനവും ഇല്ല. പക്ഷേ ഞാൻ പെന്തക്കോസ്തിന്റെ അനുഭവം കാത്തു സൂക്ഷിക്കുന്നവനാണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഹല്ലേലൂയ. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കാണുന്നില്ല. എന്നാൽ പെന്തക്കോസ്തിന്റെ അനുഭവം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം, അത് ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടത്തെ അവരെ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ യോഹന്നാനെയും പത്രോസിനെയും കുറിച്ച് പറയുന്നത് ഇവർ ക്രിസ്തുവിന്റെ കൂടെ ഉള്ളവനായിരുന്നു എന്നാണ്. ക്രിസ്തുവിന്റെ കൂടെ ഉള്ളവരായിരുന്നു എന്നാണ്. വേറെ ഒരു പദവും വേറെ ഒരു മതവും ചേർത്ത് അവിടെ പറയുന്നില്ല. ഇവർ ക്രിസ്തുവിന്റെ കൂടെ ഉള്ളവരായിരുന്നു എന്നറിഞ്ഞു. ഇന്ന് പ്രതികൂലത്തിന്റെ കാറ്റുണ്ട്, ഞാൻ സമ്മതിച്ചു. സമ്മതിക്കാത്ത കാറ്റുണ്ട്, ഞാൻ സമ്മതിച്ചു. ഈശാനമൂലൻ എന്ന ഭയങ്കര വലിയ പെരുങ്കാറ്റും ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ കാറ്റ് തിരിച്ചു പോയി പറയണം. ഈ കാറ്റില്ലേ, ഇത് അയച്ച ഒരെണ്ണമുണ്ട്, ഈ കാറ്റ് അയച്ച ഒരുത്തനുണ്ട്. ഈ കാറ്റ് ഇത് ഇങ്ങോട്ട് പോകും, അവിടെ ആ കപ്പൽ നിൽക്കുന്നു, അവിടെ ആ കപ്പൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അവിടെ വന്ന് അടിച്ചേച്ചും തിരിച്ച് പുള്ളി പോയി പറയണം, നമുക്ക് തൊടാൻ പറ്റുകയല്ലോ കേട്ടോ. എന്നാന്ന് ചോദിക്കാൻ പറയണം, അവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരാന്ന് പറയണം. ആമേൻ. അവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരാ. യേശുവിൻ്റെ കൂടെ. പ്രതികൂലത്തിൻ്റെ കാറ്റ് പൊതിഞ്ഞവനല്ല. ഈശാനമൂലം വന്ന് തലക്കിട്ട് തട്ടിയവനല്ല. തട്ടാൻ വന്നപ്പോ തിരിച്ച് തട്ടി തെറിപ്പിച്ച യേശുവിൻ്റെ കൂടെ ഉള്ളവൻ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ടോ? അങ്ങനെ ഒരു കൂട്ടം ഇതിനകത്തുണ്ടോ? സ്വർഗം ജനിപ്പിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ജനിപ്പിക്കാൻ പോകുന്നു. ഈശാനമൂലം വന്നാലും തിരിച്ചടിച്ച് കോർട്ട് കടത്തുന്ന ഒരു അഭിഷേകം. ആമേൻ. തിരിച്ചടിച്ച് കോർട്ട് കടത്തുന്ന ഒരഭിഷേകം പകർന്ന പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മാവ് സീൽ ചെയ്ത ചിലത് ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ അകത്ത് ആത്മാവിന്റെ കാറ്റ് വീശിയവർ ഉണ്ടായിരിക്കും. ആ ആത്മാവിന്റെ കാറ്റ് വീശിയവരാണ് ഇവർ. ആര്? അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലുള്ളവർ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഞാൻ ആത്മാവിൽ പറയും, ഇന്നൊരു പെന്തക്കോസ്ത് നാളാണ്. നിങ്ങൾ ഏത് ഡേറ്റിലാണ് ഈ മീറ്റിംഗ് കാണുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറയുന്നു, ഇതൊരു പെന്തക്കോസ്ത് നാളാണ്. ഞാൻ വിശ്വസിക്കും യേശുവിൻ നാമത്തിൽ ഇതൊരു പെന്തക്കോസ്ത് നാളാണ്. എത്ര പേരുണ്ട്? എത്ര ആൻറ്റിമാർക്ക്, എത്ര അങ്കിൾമാർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും ഇതൊരു പെന്തക്കോസ്ത് നാളാണെന്ന്? അയ്യോ, ഇത് എൻ്റെ ഈശാനമൂലം കൊത്തിയ നാളാന്ന് പറയുന്നവരാണോ? ഇത് ഈശാനമൂലൻ എന്നെ കടിച്ച നാളാ പാസ്റ്ററേ എന്ന് പറയുന്നവരാണോ? നോ, ഇതൊരു പെന്തക്കോസ്ത് നാളാ. സഹോദര, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും പെന്തക്കോസ്ത് നാൾ ആക്കാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുന്നു പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അതിന് തൊട്ടു മുന്നേ വരെ 49 ദിവസവും ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. ശരിയല്ലേ? അല്ലേ? 49 ദിവസവും കാത്തിരുന്നപ്പോഴാണ് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാൾ വന്നത്. ഇന്ന് കാത്തിരിപ്പിന് മറുപടി ലഭിക്കുന്ന, പ്രാർത്ഥിച്ച് കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന ഒരു നാൾ പെന്തക്കോസ്ത് നാൾ. പ്രാർത്ഥനാ മുറിക്കകത്ത് താങ്കൾ കയറി പ്രാർത്ഥിച്ച് കാത്തിരുന്ന ചില കാര്യത്തിന്റെ നാൾ, മറുപടി വന്ന നാൾ പെന്തക്കോസ്ത് നാൾ. സഹോദര, പ്രാർത്ഥിച്ച് അതിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി
കാത്തിരുന്നിട്ട് അത് ലഭിക്കുന്ന നാൾ പെന്തക്കോസ്തു നാൾ. യേശുവിൻ നാമത്തിൽ ബൈബിളിൽ അങ്ങനെയും ഒരു ചരിത്രമുണ്ട്. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പക്ഷേ 49 ദിവസവും ഇവരുടെ അകത്തൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ ഒരു യൂണിറ്റി. ഇവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്തായി. ഇവരെല്ലാവരും കൂടെ പല ദേശങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന് ഇവർ വന്നു. ഇവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഇവരുടെ എല്ലാം മനസ്സിൽ ഇന്നത്തെ ഉത്സവ ദിവസം എങ്ങനെയാകണമെന്നൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഇവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതായിരിക്കും. ഒരുപാട് നാൾ താണ്ടി ഒരു സ്ഥലത്ത് വന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ദിവസം, ഒരുമിച്ച് കൂടി പെന്തക്കോസ്ത് നാൾ ദിവസം ആഘോഷിക്കാൻ, ഉത്സവം ആചരിക്കാൻ, സന്തോഷിക്കാൻ ഒക്കെ അവർ കൂടിയിരുന്ന ആ ദിവസം പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അപ്പോൾ ആത്മാവിൻ്റെ ഒരു കാറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവം കൊണ്ടുവരുന്ന ഒരു കാറ്റാണ്. ഞാൻ ദൈവകൃപയിൽ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ഒത്തിരി പ്രാർത്ഥിച്ച് കാത്തിരുന്ന വിഷയങ്ങൾക്ക് മറുപടി കൊണ്ടുവരുന്നൊരു കാറ്റ് ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് അയക്കുന്നുണ്ട്. കാത്തിരുന്ന ചില കാര്യത്തിൻ്റെ റിസൾട്ട് നീ കാണാൻ പോകുന്നൊരു മാസമായിരിക്കും ഇത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടത്തില്ല എന്നു പോലും കരുതിയ വിഷയത്തിന് മറുപടി കിട്ടാൻ പോകുന്ന ഒരു മാസമായിരിക്കും ഇത്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആമേൻ പറയുക. യേശുവിൻ്റെ നാമത്തിൽ ഇത് മര്യാദയ്ക്കൊന്നും ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തില്ല. കിട്ടിയാലും ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ റിസൾട്ടൊന്നും ആയിരിക്കത്തില്ല എന്ന് പോലും കരുതിയതിനകത്ത് ദൈവത്തിൻ്റെ കൈയൊപ്പ് പതിഞ്ഞ, ദൈവത്തിൻ്റെ കൈയൊപ്പും കൈയടയാളവും വിരലടയാളവും പതിഞ്ഞ ഒരു മറുപടി കയ്യേറ്റു വാങ്ങുന്നൊരു മാസമായിരിക്കും ഇതെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഞാൻ ആമേൻ പറയുക. ഒരു കാറ്റ് അതിനു വേണ്ടി ദൈവം അടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാറ്റ് അടിപ്പിക്കുന്നുണ്ട്. പ്രതികൂലത്തിൻ്റെ കാറ്റ് 27-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അടിക്കുന്നുണ്ടെങ്കിൽ 27-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സമ്മതിക്കാത്ത ഒരു കാറ്റടിക്കുന്നുണ്ടെങ്കിൽ, അതേ അധ്യായം 27-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ തെക്കൻ കാറ്റ് ആ വശത്ത് നിന്നും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അടിക്കുന്നുണ്ടെങ്കിൽ, 24-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഈശാനമൂലൻ്റെ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ, അതിനു മുന്നേ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പെന്തക്കോസ്തിൻ്റെ കാറ്റിൻ്റെ അനുഭവമുള്ളവരാണ് ഇവരൊക്കെ. പെന്തക്കോസ്തിൻ്റെ അനുഭവം അകത്ത് സൂക്ഷിക്കുന്നവരാണ് ഇവരൊക്കെ. യേശുവിൻ നാമത്തിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഉപദേശത്തിൻ്റെ കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഉപദേശം നമുക്ക് ശരിയായ ഒരു കാറ്റ്, ശരിയായ ഒരു വേഗതയിൽ പോകാനുള്ളൊരു കാറ്റ് തരുമ്പോൾ, അതുപോലെ മറ്റു ഉപദേശം നമ്മളെ തെറ്റായ മാർഗത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിൻ്റെ അകത്തിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള വഴി തുറക്കുന്നതും അടയുന്നതും. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാറ്റ് നിങ്ങളുടെ മേലടിക്കും. ഒരു കാറ്റ് നിങ്ങളുടെ മേലടിക്കും. ഈ കാറ്റിന് ഈശാനമൂലൻ എന്ന കാറ്റിനെ പോലും വഴി തിരിച്ചു വിടാനുള്ള ഒരു ശക്തിയുണ്ട്. ഈ കാറ്റിന് നിങ്ങളെ പല ഉപദേശ പിശകുകളിൽ നിന്നും തിരിച്ച് ക്രിസ്തുവിൻ്റെ ട്രാക്കിൽ കൊണ്ട് നിർത്താനുള്ള ശക്തിയുണ്ട്. ഈ കാറ്റിന് ചിതറിക്കിടക്കുന്ന പല അസ്ഥികളെയും ഒരുമിപ്പിച്ച് ചേർക്കാനുള്ള ശക്തിയുണ്ട്. ഈ കാറ്റിന് വിദൂരതയിൽ നിൽക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയെ എന്നിലേക്ക് അടുപ്പിക്കാനുള്ള ശക്തിയുണ്ട്. എത്ര ദൈവമക്കൾക്ക് ഒരാമേൻ ഈ വാക്കിന് പറയാൻ പറ്റും? എന്നാൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് നിൽക്കണം. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഓടിപ്പോവല്ലേ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് യൂട്യൂബിലുള്ളവരോടും സൂമിലുള്ളവരോടും പറയാനുണ്ട്. 1 മിനിറ്റ് നിങ്ങൾ നിന്നിട്ട് വേണം പോകാൻ. കണ്ണുകൾ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ടൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാറ്റ്
ആത്മാവിൻ്റെ കാറ്റ്. അതും അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അടിച്ച കാറ്റ് എൻ്റെ മേലൊന്ന് അടിക്കാൻ പ്രാർത്ഥിക്കണം, നമ്മുടെ മേലൊന്ന് അടിക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ ജീവിതം കർത്താവ് മാറ്റും. നിങ്ങളുടെ ജീവിതം കർത്താവ് മാറ്റും. എല്ലാ ലൈഫും സെറ്റിലാവും, എല്ലാ സ്ട്രഗിൾസും തകരും. എല്ലാ സ്ട്രഗിൾസും തടയും. ദൈവം നിങ്ങളെ അടുത്ത ഒരു ഗ്രേഡിലേക്ക് ഉയർത്തും. ഇന്ന് പ്രതികൂലത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടവരെ ദൈവം റിലീസ് ചെയ്യും. എന്നിട്ടും സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന ശത്രുവിനെ ദൈവം ബ്ലോക്ക് ചെയ്യും. നിങ്ങളെ ദൈവം വീണ്ടും വഴി തുറന്ന് മുമ്പോട്ട് നടത്തും. മോശയോട് പറഞ്ഞതുപോലെ നീ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. യോശുവയോട് പറഞ്ഞ പോലെ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിന്നോടുകൂടെയുണ്ട്, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിന്റെ ഭയത്തിൻ്റെ ബാരിയേഴ്സിനെ തകർക്കും. ഭയമെന്ന ബാരിയേഴ്സിനെ തകർക്കും. നിങ്ങൾ ചവിട്ടുന്ന, ഞാൻ ആത്മാവിൽ ഇങ്ങനൊരു കാര്യം കാണുകയാണ്, ഈ ചവിട്ടുന്നതെല്ലാം മുള്ളുകളാകുന്ന ഒരവസ്ഥ. പുൽപ്പുറത്താ ഞാൻ കണ്ണിൽ കാണുന്നത് പുല്ല, കണ്ണിൽ കാണുന്നത് നല്ല രീതിയിലുള്ള മെത്ത പോലെ കിടക്കുന്ന പുല്ല. പക്ഷേ ആരോ ചവിട്ടുമ്പോൾ അത് മുള്ളായി മാറുന്നൊരവസ്ഥ. ദാറ്റ്സ് എ കേഴ്സ്. ഞാൻ ഒന്നുകൂടെ പറയാം, കാണുന്നത് നല്ല പച്ച പുല്ലാണ്, പുല്ലുകൾ ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്നതാണ്, മെത്ത പോലെയാണ്. വേറെ ആര് ചവിട്ടിയാലും അത് പഞ്ഞി പോലെ തോന്നും. പക്ഷേ നമ്മുടെ കാല് പുൽമെത്തയിലാന്ന് പറഞ്ഞ് വെക്കും, പക്ഷെ അത് മുള്ളുകളായി മാറുന്നൊരവസ്ഥ. അത് സമ്മതിക്കാത്തൊരു കാറ്റിനെ കാണിക്കുന്നു. അത് സമ്മതിക്കാത്തൊരു കാറ്റിന് നിന്നെ മുൻപോട്ട് വീടാൻ കാരണം അവിടെ കൊണ്ട്, ആ മുള്ളിക്കൊണ്ട് നിന്റെ കാല് മുറിഞ്ഞ നീ അടുത്ത ചുവട് വെക്കാൻ തയ്യാറാകത്തില്ല. കാരണം വലത് കാലിൽ കൊണ്ട മുള്ളിനി ഇടത് കാലിൽ കൂടെ കൊള്ളണ്ട എന്ന് നമ്മൾ കരുതും. കാരണം ഇടത് കാലുണ്ടെങ്കിൽ ഞൊണ്ടിയെങ്കിലും നടക്കാമല്ലോ, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ സ്റ്റോപ്പായി നിൽക്കുന്ന ജീവിതത്തിൽ. നന്മയ്ക്കാന്ന് പറഞ്ഞിട്ട് കാല് വെച്ചു, പക്ഷെ സംഭവിക്കുന്ന എല്ലാം തിന്മ. നല്ലതിന് എന്ന് പറഞ്ഞ് ചെയ്തു, പക്ഷെ സംഭവിക്കുന്നതെല്ലാം ദോഷത്തിന്. ദൈവം നിങ്ങളുടെ ആ അവസ്ഥയ്ക്കൊരു മാറ്റം, ഒരു കാറ്റടിക്കാൻ പോവുക. വിശ്വാസത്തോടെ കണ്ണുകൾ അടയ്ക്കുക. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സെക്കൻഡിൽ പ്രാർത്ഥിക്കുക. ദൈവത്താൽ കൈവെപ്പ് കിട്ടിയ ഒരു വ്യക്തിയായി മാറട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒരാത്മാവിൻ്റെ കാറ്റ് ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരാത്മാവിൻ്റെ കാറ്റ് ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരാത്മാവിൻ്റെ കാറ്റ്, ഒരപ്പോസ്തല പ്രവൃത്തി 2:1 അടിച്ച ആത്മാവിൻ്റെ കാറ്റ് ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത് മൈറ്റി സ്പിരിറ്റ് ഓഫ് ഗാഡ് ഈ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ മുള്ളുകളും ഇപ്പോൾ കരിഞ്ഞു പോകട്ടെ. ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സമ്മതിക്കാതെ നിൽക്കുന്ന എല്ലാ മുള്ളുകൾ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സമ്മതിക്കാതെ നിൽക്കുന്ന സർവ്വ മുള്ളുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കരിഞ്ഞ് ഒരു ഭയങ്കര പ്രാർത്ഥനയുടെ ഒരു ദൈവശക്തി ഇതിനകത്ത് മൂവ് ചെയ്യാണ് ഇപ്പോൾ തന്നെ. കർത്താവേ, ഞങ്ങളുടെ ലൈഫിൽ മുള്ളുകളായി നിൽക്കുന്നത് വേദനയുടെ മുള്ളുകളായി, തകർച്ചയുടെ മുള്ളുകളായി, തടസ്സത്തിന്റെ മുള്ളുകളായി, കർത്താവേ, അപകടത്തിന്റെ മുള്ളുകളായി, അനർത്ഥത്തിന്റെ മുള്ളുകളായി, ദുർസ്വപ്നങ്ങളുടെ മുള്ളുകളായി, രോഗത്തിന്റെ മുള്ളുകളായി, ശാപത്തിന്റെ മുള്ളുകളായി നിൽക്കുന്ന സകലതും ഈ സെക്കൻഡിൽ യേശുവിൻ നാമത്തിൽ അതിനെ പ്രാർത്ഥിച്ച് നിർവീര്യമാക്കുന്നു, ക്യാൻസൽ ചെയ്യുന്നു. ആത്മാവിന്റെ തീ ആരുടെയോ മേൽ കത്തുകയാണ് ഈ സമയം. ദൈവത്തിന്റെ ശക്തി ആരുടെയോ മേൽ തീ പോലെ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നു. അത് സ്വീകരിക്കാൻ കൃപ ലഭിച്ചവർ
Oh, the power in the name of Jesus. പ്രാർത്ഥിക്കുക. പുതിയ ഭാഷകൾ നാവിലേക്ക് വരുന്നു, പുതിയ ശക്തികൾ ആത്മാവിലേക്ക് ഇറങ്ങുന്നു, പുതിയ കാറ്റ് വീടിനകത്ത്. ആമേൻ, 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 ആമേൻ. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു ഭയങ്കര മേഘം ഇറങ്ങുന്ന ഒരു സമയം. ഒരു മേഘം. ഒരു മഹിമയുടെ മേഘം ഈ സമയം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന്റെ കൂടാരങ്ങളിൽ mighty shakamata santa baba. Oh, heavenly wind and heavenly mist. Sabra sebokonto. The angels of God crossing in your spirit, release now in the name of Jesus. Amen. In the mighty power, asadharanamaguന്ന ദൈവശക്തിയുടെ ഒരു സ്പർശനത്തെ ഈ സെക്കൻഡിൽ സ്വീകരിക്കാൻ വിളിക്കപ്പെട്ടവർ ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്ന നിന്നെ സ്വർഗ പദവിയിലേക്ക് എസ്കലേറ്റ് ചെയ്യുന്ന, നിരാശയിൽ നിന്ന് ഉയർത്തുന്ന, നിർവീര്യമാക്കിയിട്ടിരിക്കുന്ന ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ആ കാറ്റ് ജനത്തിന്റെ മേൽ വീശട്ടെ. ആ കൊടിയ കാറ്റ് ജനത്തിന്റെ മേൽ വീശട്ടെ. സകല രോഗബന്ധനങ്ങൾ, സകല ശാപവാക്കുകൾ, സകല എതിർ പ്രാർത്ഥനകൾ, സകല ആത്മീയ ബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുന്നു. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കൊതി ഇല്ലാഞ്ഞിട്ടല്ല, സമർപ്പണ ഇല്ലാഞ്ഞിട്ടല്ല, വിശ്വസ്ത അല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു പടി പോലും മുന്നോട്ട് പോകണ്ട എന്ന് വാദിച്ച് നിൽക്കുന്ന ശത്രുവിന്റെ താവളത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദം ഈ സ്വർഗീയ കാറ്റ് ഞങ്ങളെ ദുഷ്ട താവളത്തിലേക്ക് അയച്ച് തകർക്കുകയാണ്. സഹോദര സഹോദരി, എന്റെ മേൽ വീശുന്ന ആത്മാവിന്റെ കാറ്റ് എനിക്ക് സുഖം തരുന്നത് പോലെ ഒരുപക്ഷെ എനിക്ക് പ്രതിയോഗിയുടെ മേൽ വീശിയാൽ സുഖമായിരിക്കുകയില്ല. എന്റെ വാഹനത്തിൽ ഞാൻ അടിച്ച പെട്രോള് ടാങ്കിൽ കിടക്കുമ്പോ തണുപ്പാ, പക്ഷേ അത് ഫ്യൂൽ ടാങ്കിൽ നിന്ന് നേരെ കാർബറേറ്ററിലേക്ക്, എൻജിൻ പാർട്സിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കരിയും പുകയുക. അതുപോലെയാണ് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ദൈവത്തിന്റെ കാറ്റും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. പിതാവേ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്തൃ കൈകളിലേക്ക് ഈ ജനത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട ഈ ദൈവ ശബ്ദം, ഞങ്ങളുടെ മേൽ വീശിയ ഈ കാറ്റ് ഞങ്ങളെ അടുത്ത ഒരു മേജർ ഷിഫ്റ്റിലേക്ക് നടത്തുവാൻ ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അസാധാരണമാകുന്ന സൗഖ്യങ്ങൾ, അസാമാന്യമാകുന്ന ദൈവശക്തി ഇന്ന് ഞങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഓപ്പണാക്കി പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞാൻ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് പറയാം, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ഗാഡ്. നമ്മുടെ മീറ്റിംഗ് സമയം എല്ലാവർക്കും അറിയാം. രാവിലെ 6:30 ചെറു സന്ദേശമുണ്ട്. മോർണിംഗ് മെസ്സേജ് ആയിട്ട് അത് നടത്തപ്പെടുന്നു. രാവിലെ 6:30 യൂട്യൂബിൽ മാത്രവും, ഈവനിങ് 6:30 നമുക്ക് യൂട്യൂബിലും സൂമിലും
നമുക്ക് മീറ്റിംഗ് നടത്തപ്പെടുന്നു. റെഗുലർ മീറ്റിംഗ് ആണ്. മുടങ്ങാതെ നിങ്ങൾ പങ്കെടുത്താട്ടെ. മറ്റുള്ളവരെ കൂടെ ഈ സന്ദേശത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ദൈവമക്കൾ അറിയിക്കണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ്.